പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് WWE റിട്ടയർ ചെയ്യിപ്പിച്ചിരിക്കുന്നു. യൂണിവേഴ്സൽ ചാമ്പ്യനായിട്ട് അവസാനത്തെ ചാമ്പ്യൻ അത് റോമൻ റെയിൻസ് ആണെന്നാണ് അവർ പറയുന്നത്. കോഡി റോഡ്സ് ഇത്രയും കാലം കൈവശം വെച്ചത് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പാണ്. അപ്പോൾ കോഡി റോഡ്സിൻ്റെ ആ ഒരു റെക്കോർഡിലേക്ക് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് വരില്ല. അവസാനത്തെ ചാമ്പ്യനായിട്ട് WWE കാണുന്നത് അത് റോമൻ റെയിൻസിനെ ആണെന്നുള്ളതും റോമൻ റെയിൻസിൻ്റെ ഒരു അപ്ഡേറ്റ് എന്നോണം അല്ലെങ്കിൽ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിൻ്റെ ഒരു അപ്ഡേറ്റ് എന്നോണം WWE ഇപ്പോൾ പങ്കുവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഈ ടൈറ്റിൽ റണ്ണുകളിൽ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരിക്കില്ല. അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പും വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പും മാത്രമാണ് മെയിൻ റോസ്റ്ററിലെ രണ്ട് പ്രധാനപ്പെട്ട വേൾഡ് ടൈറ്റിലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് റിട്ടയർ ചെയ്യിപ്പിച്ചിരിക്കുന്നു. യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിനെ സംബന്ധിച്ചും ആ ചാമ്പ്യൻഷിപ്പ് റണ്ണുകളെ സംബന്ധിച്ചും നിങ്ങൾക്ക് മനസ്സിൽ ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ചില മൊമെൻറ്റ്സ് അത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് ബെക്കി ലഞ്ചിൻ്റെ ഹീൽ ടേണിനെ സംബന്ധിച്ചാണ്. ബെക്കി ലഞ്ചിൻ്റെ ഹീൽ ടേണിനെ സംബന്ധിച്ച് ആ പദ്ധതി എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ച് റെസ്ലിംഗ് ഒബ്സർവറുടെ പുതിയ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഹീൽ ടേണും ബെക്കിയുടെ തിരിച്ചുവരവും എല്ലാം ബെക്കിയുടെ സ്വന്തം പ്ലാൻ ആയിരുന്നു. അത് ക്രിയേറ്റീവ് ടീം യൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ബെക്കി ലഞ്ച് പറഞ്ഞതിന് അനുസരിച്ച് സ്ക്രിപ്റ്റ് തയ്യാറാക്കി അവർ ഹീൽ ടേണിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചു എന്നാണ് റെസ്ലിംഗ് ഒബ്സർവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അവർക്ക് ബാക്ക് സ്റ്റേജിൽ നിന്ന് അറിയാൻ സാധിച്ചൊരു ന്യൂസ്, ബെക്കിയുടെ ആഗ്രഹപ്രകാരം ബെക്കി റെസ്ൽമേനിയ 41-ൽ തിരികെ വന്നു. എന്നിട്ട് ലൈറ വാൽക്കീരിയയുടെ ടാഗ് ടീം പാർട്ണറായി. എന്നിട്ട് ലൈറ വാൽക്കീരിയക്കെതിരെ തന്നെ തിരിഞ്ഞ് ഒരു ഹീലായി. ഇതെല്ലാം ബെക്കിയുടെ പദ്ധതികളായിരുന്നു. എന്നാൽ ഈ ഒരു പ്ലാൻ ആദ്യം കേട്ടപ്പോൾ ചില ക്രിയേറ്റീവ് ടീമിന് അതിലൊരു നെഗറ്റീവായിട്ടുള്ള ഒരു പോയിന്റ് അവർ കണ്ടുപിടിച്ചു. കാരണം ബെക്കി തിരികെ വന്ന് പെട്ടെന്ന് തന്നെ ലൈറ വാൽക്കീരിയക്കെതിരെ ഹീലാകുന്നത് അത് എത്രത്തോളം ആരാധകർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളൊരു സംശയം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റോ ആഫ്റ്റർ മേനിയ എന്ന് പറയുന്ന വീക്ക്ലി എപ്പിസോഡിൽ ബെക്കി ലഞ്ച് അതുപോലെ തന്നെ ലൈറ വാൽക്കീരിയ തുടങ്ങിയവരുടെ ടീം ഒരിക്കൽ കൂടി ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യട്ടെ. ആ മത്സരത്തിൽ തോറ്റതിന് ശേഷം ആ ഒരു ദേഷ്യത്തോടു കൂടി ലൈറയ്ക്കെതിരെ ബെക്കി തിരിയുന്നതും ആ ഒരു ഹീൽ ടേൺ അങ്ങനെ കാണിക്കാം എന്നുള്ളതും ക്രിയേറ്റീവ് ടീം ആഡ് ചെയ്തു. അപ്പോൾ അത് നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. ബെക്കിയുടെ ഒരു ഹീൽ ടേണിന് കൃത്യമായിട്ടുള്ള ഒരു കാരണം അവർക്ക് കാണിക്കാൻ സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരാധകർക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ബെക്കിയുടെ ഹീൽ ടേണിനെ സംബന്ധിച്ച് വന്നില്ല. ആരാധകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മൊമെൻറ്റും അവർക്ക് റോ ആഫ്റ്റർ മേനിയ വീക്ക്ലി എപ്പിസോഡിൽ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ബെക്കിയുടെ തിരിച്ചുവരവും അതിനുശേഷമുള്ള എല്ലാ ഹീൽ ടേണിൻ്റെ പദ്ധതികളും അത് ബെക്കി പറഞ്ഞിട്ടാണ് ചെയ്തത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മൂന്നാമത്തെ അപ്ഡേറ്റ്, ദ റോക്ക് എന്തുകൊണ്ട് റെസ്ൽമേനിയ 41-ൽ അപ്പിയർ ചെയ്തില്ല എന്നുള്ളതിന് ഇന്നലെ തന്നെ റോക്ക് അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. റോക്ക് പാറ്റ് മക്അഫീ ഷോ എന്ന് പറയുന്ന പാറ്റ് മക്അഫീ നടത്തുന്ന ഒരു പോഡ്കാസ്റ്റിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റായിട്ട് വന്നിട്ട് റെസ്ൽമേനിയ 41 സക്സസ് ആയതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നു. റോക്ക് കൂടുതലും പങ്കുവെച്ചത് അദ്ദേഹത്തിൻ്റെ ഫൈനൽ ബോസ് ക്യാരക്ടർ റെസ്ൽമേനിയ 41-ൽ നിന്ന് മാറി നിൽക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിൽ ഫൈനൽ ബോസ് ക്യാരക്ടർ മാറി നിൽക്കാനുള്ളതിൻ്റെ കാരണം, അതായത് അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ നിന്ന് റോക്ക് മാറി നിൽക്കാനുള്ള കാരണം, ആ സ്റ്റോറി മുഖ്യമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ജോൺസിനെയും കോഡി റോഡ്സിനെയും മാത്രമായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ്. റോക്ക് ഈ റെസ്ൽമേനിയ 41-ലേക്ക് ഈ ഒരു വമ്പൻ സ്റ്റോറിക്ക് തുടക്കം ഇടാൻ കാരണം എലിമിനേഷൻ ചേംബറിൻ്റെ ടിക്കറ്റ് സെയിൽസ് കുറഞ്ഞപ്പോൾ റോക്കിനോട് അപ്പിയർ ചെയ്യാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് എലിമിനേഷൻ ചേംബറിൽ ഇത്തരത്തിലുള്ള ഒരു ബിഗ് സെഗ്മെൻറ്റ് ചെയ്യാൻ അവർ ആവശ്യപ്പെട്ടു. ഒന്നുകിൽ കോഡിയെ ഹീലാക്കുക അല്ലെങ്കിൽ ജോൺസിനെ ഹീലാക്കുക. അവിടെ റോക്കിൻ്റെ ആവശ്യമുണ്ട്. അതിനു വേണ്ടി മാത്രമാണ് റോക്ക് വന്നത്. അതിനുശേഷം റോക്ക് ആ ഒരു സ്റ്റോറി ലൈനിൽ നിന്ന് മാറി നിൽക്കാൻ സ്വയം തീരുമാനിച്ചതാണ്. കാരണം ജോൺസിന് 17ാമത്തെ തവണ ചാമ്പ്യൻ ആകുന്ന അല്ലെങ്കിൽ ജോൺസിനേക്കും കോഡി റോഡ്സിനും കൂടുതൽ ഫോക്കസ് കിട്ടേണ്ട ആ ഒരു സ്റ്റോറിയിൽ താനും കൂടി ഇൻവോൾവ് ആയാൽ അത് സീനയ്ക്കും കോഡി റോഡ്സിനുമുള്ള ഒരു ഫോക്കസ് കുറയും. അതുകൊണ്ട് തന്നെ ഫൈനൽ ബോസ് ക്യാരക്ടർ ഇനിയുള്ള ആ ഭാഗങ്ങളിൽ എലിമിനേഷൻ ചേംബറിന് ശേഷം റെസ്ൽമേനിയ വരെ അപ്പിയർ ചെയ്യേണ്ട എന്നുള്ളൊരു തീരുമാനം റോക്ക് സ്വമേധയാ എടുത്തതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു റോഡ് ടു റെസ്ൽമേനിയ ഭാഗങ്ങളിൽ അപ്പിയർ ചെയ്യാതിരുന്നത്. റെസ്ൽമേനിയ 41-ൽ വരാതിരുന്നത് ജോൺസിന് 17ാമത്തെ തവണ വേൾഡ് ചാമ്പ്യൻ ആകുന്ന ആ ഒരു മൊമെൻറ്റ് ജോൺസിനക്ക് മാത്രം ശ്രദ്ധ കിട്ടുന്ന ഒരു മൊമെൻ്റ് ആയിട്ട് മാറണം. അതുകൊണ്ടും മനഃപൂർവ്വം മാറി നിന്നതാണ്. കൂടാതെ ഫൈനൽ ബോസ് ക്യാരക്ടർ ഇനി അപ്പിയർ ചെയ്താൽ ഫൈനൽ ബോസ് ക്യാരക്ടർ ഇനി എങ്ങോട്ട് എന്നുള്ളൊരു സംശയം ആരാധകർക്ക് മുന്നിൽ ഉണ്ടാകും. അപ്പോൾ അതിനും നമ്മൾ ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സ്വയം മാറി നിൽക്കാനാണ് താൻ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് തന്നെ റെസ്ൽമേനിയ 41-ൽ കാണാൻ സാധിക്കാതിരുന്നത് എന്നുള്ളത് റോക്ക് പാറ്റ് മക്അഫീ ഷോയിൽ പറയുകയുണ്ടായി. അപ്പോൾ റോക്ക് പറഞ്ഞ ഈ ഒരു അഭിപ്രായങ്ങൾ അത് സത്യസന്ധമാണെന്ന് നിങ്ങൾക്ക് കരുതുന്നുണ്ടോ? റോക്ക് വന്നിട്ട് റോക്ക് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം മൂലം മാറി നിൽക്കാൻ തീരുമാനിക്കുന്നതും ഒക്കെ അത് സ്റ്റോറി ലൈനെ ബാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് WWE കോഡി റോഡ്സിനെ ഹീലാക്കുമോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. റോക്കിൻ്റെ പോഡ്കാസ്റ്റിൽ റോക്ക് തന്നെ ഈ ഒരു അപ്ഡേറ്റ് പങ്കുവെക്കുകയുണ്ടായി. കോഡി റോഡ്സ് ഹീലാകുമെന്നുള്ളത് റോക്ക് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. കോഡി ഈ സ്റ്റോറിക്കിടയിൽ അല്ലെങ്കിൽ കോഡിയുടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന അമേരിക്കൻ നൈറ്റ്മെയർ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഇടയിൽ കോഡി ഒരു ഹീൽ ആകുമെന്നും കോഡി വില്ലനായിട്ടുള്ള സ്റ്റോറി ലൈനുകൾ നിങ്ങൾക്ക് വൈകാതെ കാണാൻ സാധിക്കുമെന്നുള്ളതും റോക്ക് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റോക്ക് ഉറപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോറി നടക്കുമെന്നുള്ളത് ഏകദേശം ഉറപ്പ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ കോഡി വില്ലനാകുന്നത് കാണാൻ വേണ്ടി കുറേയധികം ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. കോഡി WWEയിലേക്ക് തിരികെ വന്നതിന് ശേഷം മുഴുനീള ഒരു ഫേസ് ക്യാരക്ടർ ആയിട്ടായിരുന്നു അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചാമ്പ്യൻ ആകാനും സാധിച്ചു, കമ്പനിയുടെ പോസ്റ്റർ ബോയ് ആയി മാറാനും സാധിച്ചു. ഇപ്പോൾ ചാമ്പ്യൻഷിപ്പ് നഷ്ടപ്പെട്ട് കോഡി ഇനി എന്ത് ചെയ്യുമെന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്ന സമയത്താണ് റോക്ക് തന്നെ പറയുന്നത് കോഡി ഇനി ഭാവിയിൽ ഹീലാകാൻ അദ്ദേഹം ക്രൂരനായിട്ടുള്ള ഒരു വില്ലനായി മാറും എന്നുള്ളത്. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള സ്റ്റോറി ലൈനുകൾ ഭാവിയിൽ ഇനി വരുന്ന മാസങ്ങളിൽ ചിലപ്പോൾ കോഡിയുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കേണ്ടി വരും. ഇത്തരത്തിലുള്ളൊരു അപ്ഡേറ്റ് പങ്കുവെക്കുന്നത് റോക്കാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.